ചേച്ചി എന്താ സംഭവിച്ചതെന്ന് പറയൂ. സംഭവം ഞാൻ രാവിലെ 6:30 മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പള്ളിയിലോട്ട് കയറി റോട്ടിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റോഡിന്റെ സൈഡ് താഴെ വശത്തുനിന്ന് എന്തോ ഒരു ഇരയ്ക്കുന്ന ഒരു ഒച്ച കേട്ടു. ഒച്ചയും കേട്ടു, എന്തോ കരയുന്ന ഒരു ഒച്ചയും കേട്ടു. അപ്പൊ ആന ആന്നുള്ള ഒരു മനസ്സിലായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞ് ആനയാന്നുള്ള വിചാരത്തിൽ ഞാൻ കുറച്ച് ഇങ്ങനെ റോഡിന്റെ സൈഡിലോട്ട് മാറി നിന്നു. മേലെ വീട്ടിലെ ആളെ വിളിച്ചു, ആന വരുന്നുണ്ടെന്നും പറഞ്ഞ്. മേലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കരച്ചിലോടെ കരച്ച് എൻ്റെ പുറകെ എത്തി സാധനം. അവിടെ നിന്നപ്പോഴത്തേക്ക് ഞാൻ കാലിടറി വീണ പോലെ ആയി. ഇങ്ങനെ പറമ്പിലോട്ട് മറിഞ്ഞു. ഞാനങ്ങ് മറിയുമല്ല, ഇത് നേരെ കയറി ഒരൊറ്റ പോക്കായി പോയി. വീട്ടിലൊരു ചേട്ടൻ കണ്ടു പുള്ളീനെ ഞാൻ വിളിച്ചു, ജോയി ആന വരുന്നുണ്ടെന്നും പറഞ്ഞു. ആനയാന്നും പറഞ്ഞോട്ട് വിളിച്ചു. പുള്ളി ഞാനിങ്ങ് മാറലും പുള്ളി അതിനെ കയറി പോകുന്ന കാണുകയും ചെയ്തു. ഇല്ല, ഞാനൊന്നും അങ്ങനെ കണ്ടില്ല. നേരെ പാസ് ചെയ്ത് പോയി. പറമ്പിലേക്കാണ് പോയത്. ഇങ്ങനെയാ കയറിപ്പോയി. ഇവിടം വരെ വന്നു, അങ്ങ് കയറി മേലോട്ട് പോയി. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട ഈ കടുവയെ കണ്ടൊരു ചേട്ടനുണ്ട്. നേരത്തെ ആ ചേച്ചിയെ കടുവ ഓടിച്ച സമയത്ത് ഈ ചേട്ടനായിരുന്നു. ചേട്ടൻ കളപ്പുരയ്ക്കൽ ജോയി അല്ലേ? ചേട്ടൻ ആ സംഭവം ഒന്ന് പറയാം. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് മുറുക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുക, എൻ്റെ മുറ്റത്ത് തന്നെ നിൽക്കുവാണ്. അപ്പോൾ ഒരു ചേച്ചി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്, ഓടി കതച്ച് കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇതാരാ വരുന്നതെന്ന് അറിയാൻ വേണ്ടി എന്ത് ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങ് ഇറങ്ങിച്ചെന്നു. ഇനിയിപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വരണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിച്ചെന്നപ്പോൾ തൊട്ട് പുറകെ കടുവയുണ്ട്. ഞാൻ ഓർത്ത് ആ ചേച്ചിനെ പിടിച്ചു എന്നാണ് വിചാരിച്ചത്. അത്ര അടുത്താണ് കടുവ വരുന്നത്. അലറിക്കൊണ്ട് വരുക. ചേച്ചി വേഗം തന്നെ ഈ അടുത്ത ഭാഗത്തേക്ക് പെട്ടെന്ന് ചാടി മാറി ആ ചേച്ചി ഒന്ന് ഉരുണ്ട് വീണ് അപ്പുറത്തെ ചാണാക്കുയുടെ മതിലെ കയറി പിടിച്ചു. അപ്പോഴത്തെ ഞാൻ എന്ത് ചെയ്തു, അലറി ഇവിടെ കിടന്നിട്ട് കണ്ടവൻ കിടന്ന് അലറി ഒച്ചപ്പാടിട്ടപ്പോഴത്തേന് കടുവ നേരെ ഇതിലേ കയറി വന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കടുവ ഇതിൽ വന്നു. അപ്പം എൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ട് കൂടെ. അപ്പോൾ പൂച്ച എന്ത് ചെയ്തു, ഈ കടുവനെ കണ്ടപ്പോൾ പൂച്ച അങ്ങോട്ട് ഓടി, മേലോട്ട് കുന്നിലേക്ക് ഓടിയപ്പോൾ കടുവ നേരെ പൂച്ചയുടെ പുറകെ നേരെ വെച്ച് പിടിക്കുക. കടുവ നേരെ മേലോട്ട് കയറി ആ തോട്ടത്തിലേക്കാണ് കടുവ കയറി പോയിരിക്കുന്നത്. അല്ല, കാപ്പിത്തോട്ടാണ്. വനമേഖലയല്ല. ഇവിടെ വനമേഖല ഈ ഏരിയയിലില്ല. കഴിഞ്ഞ ദിവസം ഈ കാട്ടാന ഉണ്ടായിരുന്നു പറയുന്നത് ഈ കുന്നുമേലെ. ഈ കുന്നുമേലെ തന്നെയായിരുന്നു കാട്ടാന വന്നത്. വലിയ കടുവയാണോ? വലിയ കടുവയാ. ഐറ്റെന്ന് പറഞ്ഞാൽ ഈ പൊക്കമുണ്ട്, ഒരു ഞങ്ങൾ തമ്മിൽ നിൽക്കുന്ന ദൂരമുണ്ട്, നീളമുണ്ട്. 2.5 മീറ്റർ. ഉണ്ട്. അതിന്റെ വാലിന് തന്നെ ഈ നീളമുണ്ട്. വാലിന് തന്നെ ഈ വണ്ണമുണ്ട് വാലിന്. ഞാൻ വെച്ചാൽ ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കണ്ടതാണ്. ഏകദേശം എത്ര സമയമായി കാണും കടുവ? ഒരു 6:45 കഴിഞ്ഞു. 6:45 കാണും. ഞാൻ ആടിന് തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആട്ടിൻകൂട്ടി പോയി തീറ്റ കെട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഭയങ്കര അലർച്ച പോലെ കേട്ടു. അപ്പൊ ആടുകളെല്ലാം കൂടെ ഇങ്ങനെ തല പൊന്തിച്ച് നോക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നത് എന്താ ഈ ആനയായിരിക്കും എന്ന് ഓർത്ത് ഇതിലെല്ലാം വന്ന് നോക്കുമ്പോൾ അവിടെ നിന്നൊക്കെ അനക്കം കേൾക്കുന്നുണ്ട്. എന്തൊക്കെയോ കരിയിലേന്റെ അനക്കം കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയേക്കുന്ന മുകളിലേക്കൊന്നും ഒരു കാര്യത്തിന് ഇറങ്ങി പോകരുത്, ഈ ചുള്ളിക്കമ്പ സാറ് ഞാൻ എടുത്ത് അടുപ്പിൽ വെക്കുന്ന പറമ്പിലേക്കൊന്നും ഒരു വിറകെടുക്കാൻ പോകുന്നില്ല. അങ്ങനെ ആ ആനേന്റെ ഭയമാണ് മനസ്സിൽ മുഴുവനും കിടക്കുന്നത്. സൂക്ഷിക്കണം കേട്ടോ, അങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്ക്. ഞാൻ പോക്കില്ല, പറമ്പിലേക്ക് കയറലേ ഇല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് പറമ്പിലേക്ക് പറയും. എപ്പോഴും ഞാൻ ഇങ്ങനെ ഈ പട്ടി വരയ്ക്കുമ്പോ ഇങ്ങനെ നോക്കും. ഇവിടേക്കൊന്നും കാണില്ല, അതിലെല്ലാം ഇങ്ങനെ ഇവിടെ നിന്ന് നോക്കും എന്നാന്ന്. ഇന്നലെ ഭയങ്കര കരിയിൽ